ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ. ശ്ലോകം 12. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഈ ശ്ലോകങ്ങളിലൂടെ യജ്ഞം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി മനുഷ്യർക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം നൽകുന്നു. എന്നാൽ ഈ അനുഗ്രഹങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ ആ ദേവന്മാർക്ക് തിരിച്ചു നൽകാതെ സ്വയം അനുഭവിക്കുന്നവൻ കള്ളൻ തന്നെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മനുഷ്യർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ യുക്തം പോലെ വിതരണം ചെയ്യാനായി നിയോഗിക്കപ്പെട്ടവരാണ് ദേവന്മാർ. ഉദാഹരണമായി വിദ്യയ്ക്ക് സരസ്വതിയും സമ്പത്തിന് ലക്ഷ്മിയും വിഘ്ന നിവാരണത്തിനായി വിഘ്നേശ്വരൻ എന്നിവരെയാണ് നാം ആരാധിക്കുന്നത്. അതിനാൽ അവരെ വിധിപ്രകാരമുള്ള യജ്ഞങ്ങളാൽ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ള ജലം, വായു, സൂര്യപ്രകാശം, മഴ എന്നിവയൊക്കെയും ഭഗവത് പ്രസാദത്താൽ ലഭിക്കുന്നവയാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. യജ്ഞം കൊണ്ട് ഇവയൊക്കെയും നിറവേറ്റപ്പെടുന്നു. ശ്ലോകം 11 പറയുന്നുണ്ട്, യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്രകാരം ശുദ്ധീകരിച്ച ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. യജ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ പഞ്ചമഹായജ്ഞത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യൻ തൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ അനുഷ്ഠിച്ചിരിക്കേണ്ടതായ 5 കാര്യങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ. അവ: 1 ബ്രഹ്മയജ്ഞം അഥവാ വേദയജ്ഞം, 2 ദേവയജ്ഞം, 3 പിതൃയജ്ഞം, 4 മനുഷ്യയജ്ഞം അഥവാ നരയജ്ഞം, 5 ഭൂതയജ്ഞം എന്നിവയാണ്. ബ്രഹ്മയജ്ഞം എന്നാൽ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ എന്നിവയുടെ പഠനം, ഋഷീശ്വരന്മാരെയും ഗുരുക്കന്മാരെയും സ്മരിക്കുക തുടങ്ങിയവയാണ്. ദേവയജ്ഞമെന്നാൽ പഞ്ചഭൂതങ്ങളോടും പ്രകൃതിയോടുമുള്ള കടപ്പാടാണ്. ഈശ്വരാരാധന, നാമജപം, പുരാണപാരായണം തുടങ്ങിയവ. പിതൃയജ്ഞമെന്നാൽ നമ്മുടെ മാതാപിതാക്കളെയും പൂർവികരെയും സ്മരിക്കുകയും പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണ്. മനുഷ്യയജ്ഞം അഥവാ നരയജ്ഞമെന്നാൽ സഹജീവികളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, പാവപ്പെട്ടവന് അന്നദാനം നൽകുക, അതിഥികളെ സൽക്കരിക്കുക തുടങ്ങിയവയാണ്. ഭൂതയജ്ഞം പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുക, അവയ്ക്ക് കുടിക്കാനായി ജലം നൽകുക, ചെടികൾക്ക് വെള്ളമൊഴിക്കുക തുടങ്ങിയവ. പണ്ടുകാലത്ത് മിക്ക വീടുകളിലും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഇന്നും അപ്രകാരം ചെയ്യുന്നവർ ധാരാളമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും ഇത് അനുഷ്ഠിക്കുന്നുണ്ട്. അവിടെ കാക്കയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്നത്. യജ്ഞങ്ങളിൽ ശ്രേഷ്ഠം സങ്കീർത്തന യജ്ഞമാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ്. കാരണം ജപയജ്ഞത്തിലൂടെ കലിയുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഹം ഭാവ
യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഹം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടം, അതായത് യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നതുകൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. എന്നാൽ അവനവനു വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിനാൽ എല്ലാവിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യർ പൂർണ്ണമായി കൃഷ്ണാവബോധത്തിൽ മുഴുകി നാമസങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. അതിലൂടെ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകൂ. ശ്ലോകം 14-15 ഒരുമിച്ചാണ് പറയുന്നത്. ശ്ലോകം 14. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവഃ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവഃ. ശ്ലോകം 15. കർമ്മ ബ്രഹ്മോദ്ഭവം വിത്തി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിത്തി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതായത് അന്നത്തിൽ നിന്നും ജീവികൾ ഉണ്ടാകുന്നു, മഴയിൽ നിന്ന് അന്നവും, യജ്ഞത്തിൽ നിന്ന് മഴയും, കർമ്മത്തിൽ നിന്ന് യജ്ഞവും ഉണ്ടാകുന്നു. കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മം അക്ഷരത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്നതായ ബ്രഹ്മം എന്നും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഹരി ഓം.